സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം മമ്മൂക്കയെ പറ്റിയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തുടരെ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു മമ്മൂക്കയുടെ വിഷയം. ഈ കഴിഞ്ഞ ദിവസം മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ റിലീസാവുകയും ആ സിനിമ റിലീസായതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ആരവവും വലിയ രീതിയിലുള്ള വരവേൽപ്പും ഒക്കെയാണ് നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടത്. കേരളത്തിലുള്ള എല്ലാ തിയേറ്ററുകളും തീ പടരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മമ്മൂക്ക ഈസ് ബാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം. അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന, അങ്ങനെ 100% ആ പറയുന്ന വാക്കിനോട് നീതി പുലർത്തിയ രീതിയിൽ തന്നെയാണ് മമ്മൂക്കയെ ഈ ഒരു സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ മമ്മൂക്കയും വിനായകനും ഒക്കെ വന്നിട്ടുള്ള ഒരു റോൾ, അല്ലെങ്കിൽ മമ്മൂക്കയുടെ വിനായകന്റെ ഒക്കെ ഒരു കോംബോ എങ്ങനെയുള്ളതാണെന്നുള്ളത് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു പടം തന്നെയാണ്. അപ്പോൾ മമ്മൂക്കയുടെ ഈ ഒരു സിനിമയിൽ, അല്ലെ മമ്മൂക്കയുടെ ഈ ഒരു സിനിമാ ജീവിതത്തിന് അപ്പുറത്തേക്ക് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മമ്മൂക്ക പണ്ട് മുതലേ ഒരു നല്ല മനുഷ്യനാണെന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. എന്നാൽ ഇപ്പോൾ ഈ മമ്മൂക്കയുടെ അസുഖങ്ങളെല്ലാം ബാധിച്ചതിന് ശേഷം, മമ്മൂക്ക വീണ്ടും അതിൽ നിന്ന് റിക്കവറായി വന്നതിന് ശേഷം മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ എന്തോ ഒരു ദൈവീകത ഉള്ളതുപോലെ ആ മമ്മൂക്ക ദൈവമായി മാറുന്നു എന്ന് എനിക്ക് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം കളിയാക്കി പറഞ്ഞൊന്നുമല്ല, ദൈവതുല്യനായിട്ടാണ് ഞാൻ മമ്മൂക്കയെ കാണുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം, അടിമാലിയിൽ മണ്ണിടിച്ചിലുണ്ടായ ആ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട് ആ വീട്ടിൽ മണിക്കൂറുകളോളം ആ വീടിൻ്റെ ആ ഒരു സ്ലാബും കട്ടയും എല്ലാം കൂടി വന്ന് കാലിലിരുന്ന് കാലിൻ്റെ പ്രവർത്തനം നിലച്ച ഒരു സന്ധ്യ എന്ന് പറയുന്നൊരു വീട്ടമ്മ, ആ അമ്മയുടെ കാല് മുറിച്ച് മാറ്റേണ്ടി വന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ സാഹചര്യത്തിൽ അവരെ സഹായിക്കാനായിട്ട് മുന്നിലേക്ക് നിന്നത് മമ്മൂക്കയായിരുന്നു. മമ്മൂക്ക പറഞ്ഞത് അടിയന്തര സഹായമായിട്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും മമ്മൂക്കയുടെ ഈ ഒരു ഫൗണ്ടേഷൻ ചെയ്തു കൊടുക്കും, അതിന് മമ്മൂക്കയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം എന്തായി കാര്യങ്ങളെന്നൊന്നും നമ്മൾ ആരും അറിഞ്ഞിരുന്നില്ല. ഈ സിനിമയുടെ കാര്യങ്ങളെല്ലാം നടന്നു വരിക തന്നെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ടർ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയിലാണ് ഞാനിത് കാണാനിടയുണ്ടായത്. മീഡിയ വൺ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയിലാണ് കാണാനിടയുണ്ടായത്. അതിൽ മമ്മൂക്ക എന്താണ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്കെല്ലാവർക്കും ഒരു ചേർത്ത് പിടിക്കൽ എപ്പോഴും ആവശ്യമാണല്ലേ. അത് ഏത് തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും, ഫിനാൻഷ്യലി ഇഷ്യൂ ഉള്ളപ്പോഴാണോ, അല്ലെങ്കിൽ നമ്മുടെ മെൻ്റലി നമ്മൾ തകർന്നിരിക്കുമ്പോഴാണോ, ഏതൊരു ഘട്ടത്തിലാണെന്നുണ്ടെങ്കിലും ഒരാൾ നമ്മുടെ അടുത്ത് പറയുകയാണ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടടാ, എന്നും ഞാൻ നിൻ്റെ കൂടെ കാണും, നീ വിഷമിക്കണ്ട, നമുക്കതൊക്കെ ശരിയാക്കാടാ, നമുക്കത് നേരെയാക്കാം എന്നൊരാൾ പറയുവാണെന്നുണ്ടെങ്കിൽ 1000 പ്രശ്നങ്ങൾ നമ്മളെ അലട്ടിയാലും, നമ്മളൊക്കെ മരണത്തിന്റെ വക്കിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും, വെറും 1% പോലും പ്രതീക്ഷയില്ലാതെ എല്ലാം കൈവിട്ടു എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിലും, എടാ നമുക്കത് നേരെയാക്കാടാ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും വീണ്ടും സഞ്ചരിക്കാൻ തോന്നും. നമ്മൾ മരണമില്ലാത്തവനായി ജീവിക്കും എന്ന് പറയുന്നത് പോലെയാണ് മമ്മൂക്കയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ആ അമ്മയുടെ എല്ലാം, അമ്മയുടെ വീട് പോയി, കുടുംബം പോയി, എല്ലാം പോയി. ആ വീടിൻ്റെ നാഥനായിട്ടുള്ള ഭർത്താവ് മരിച്ചുപോയി. അപ്പോൾ അങ്ങനെ ഭർത്താവ് മരിച്ചു പോയൊരു സാഹചര്യത്തിലും ആ അമ്മയുടെ എല്ലാം പോയപ്പോഴും ആ അമ്മയുടെ കാല് നഷ്ടമായി, ഒരു സ്വാധീനമില്ല, ഒരു കാലില്ലാതെ എങ്ങനെ അവർ നടക്കേണ്ട ഒരു അവസ്ഥ, ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപ്പോൾ ആ ഒരു ചികിത്സയിൽ ഇരിക്കെ തന്നെ മമ്മൂക്ക വീഡിയോ കോൾ ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു ഡോക്ടറിൻ്റെ ഫോണിലാണെന്ന് തോന്നുന്നു വിളിക്കുന്നത്. ആ അമ്മയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, ആ അമ്മയ്ക്ക് കുറച്ച് കരുതൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ എന്തായാലും കണ്ടിട്ട് ബാക്കി കാര്യങ്ങളെ പറ്റി ഞാൻ പറയാം. ഹലോ ഹലോ, എങ്ങനെയുണ്ട് ഇപ്പൊ? കാലിന് വേദനയൊക്കെ ഉണ്ട്, കുറവായി വന്നു സാറേ. മാറിക്കോളും കേട്ടോ. ഗവൺമെന്റിൽ വീടിന് വല്ല ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ? അതൊന്നും ഇല്ല സാറേ, ഒന്നും അറിവായിട്ടില്ല. അതിന്റെ ശ്രമങ്ങളൊക്കെ അവിടെ ഏത് പഞ്ചായത്തിലാണ് നിങ്ങളുള്ളത്? അടിമാലി പഞ്ചായത്ത്. പിന്നെ സാറേ, എനിക്ക് വേറെ ഒരു സഹായത്തിന് ആരുമില്ല. ഒരു കാല് മുറിച്ച് മാറ്റേണ്ടി വന്നു. അവര് വേറെ വെക്കോ? അപ്പൊ അതിന് സമയമാകുമ്പോ കേട്ടോ, നോക്കാം കേട്ടോ. ശരി, ഓക്കെ. ഇവിടെ നമ്മൾ കാണുന്നത് ആ ഒരു കരുതൽ തന്നെയാണ്. ആ ഒരു കാല് നമുക്ക് വെക്കാം, സമയമാകുമ്പോൾ അവരത് ചെയ്തു തരും എന്നാണ് പറയുന്നത്. എല്ലാം നഷ്ടപ്പെട്ട ആ ഒരു അമ്മയുടെ ഈ ഒരു, എന്താ പറയുക, ഇങ്ങനെ സൗണ്ടിൽ ഇടറുന്ന ശബ്ദമാണ് നമ്മൾ കേട്ടത്. ആ ഇടറുന്ന ശബ്ദത്തിൽ പറയുന്നുണ്ട്, സാറേ എനിക്കൊരു സഹായം വേണം, എനിക്കൊന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ ഒരു കാല് മുറിച്ച് മാറ്റേണ്ടി വന്നു. ആ ഇടറുന്ന ശബ്ദത്തിൽ മമ്മൂക്ക ഗാംഭീര്യത്തോടു കൂടി പറയുന്നുണ്ട്, നമുക്കത് ശരിയാക്കാം, സമയമാവട്ടെ, നമുക്കെല്ലാം ചെയ്യാം. അങ്ങനെ പറയുമ്പോൾ ആ അമ്മയുടെ കണ്ണുകളിൽ വരുന്ന ആ ഒരു സന്തോഷം, പ്രതീക്ഷയുടെ ഒരു ഉൾനാമ്പ്, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ആ കണ്ണുകളിൽ കാണാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു പ്രതീക്ഷ കൊടുക്കാനായിട്ട് മമ്മൂക്കയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ആ മമ്മൂക്ക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ദൈവതുല്യം തന്നെയാണ്. ദൈവത്തിൻ്റെ ഒരു പിറവി തന്നെയാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്രയും പ്രായമായിട്ടും
പ്രായമായെന്ന് ഞാൻ പറഞ്ഞ് അവഹേളിക്കുകയല്ല. പക്ഷേ ഇത്രയും പ്രായമായിട്ടും ഇന്നും യൗവനത്തോടു കൂടി ചുറുചുറുക്കോടു കൂടി പയ്യന്മാർക്കൊപ്പം പയ്യന്മാരെക്കാൾ കൂടുതൽ ആർജവത്തോടും ഊർജ്ജത്തോടും കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ, കണ്ണു തട്ടാതെ ഇരിക്കട്ടെ എന്ന് ഞാൻ എടുത്തു പറയുകയാണ്. അങ്ങനെയുള്ളൊരു മമ്മൂക്കയുടെ കരുതലും സ്നേഹവും ഒക്കെ തന്നെയാണ് മലയാള സിനിമയ്ക്കും കിട്ടിയിരിക്കുന്നത്. സിനിമാ ലോകത്തിനെ തന്നെ ഒരു വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന 2 പേരാണ് മോഹൻലാലും മമ്മൂക്കയും. മമ്മൂക്കയും മോഹൻലാലിനും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആനയും അമ്പഴങ്ങയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പക്ഷേ മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ, അയാൾ എന്ന് സിനിമയിൽ വന്നോ ഇപ്പോഴും സിനിമയിൽ തുടർന്ന് നിൽക്കുന്നു. ഇന്നും അന്നും ഒന്നും അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് വിട്ടിട്ടോ അദ്ദേഹത്തിൻ്റെ ഒരു വാല്യൂ വിട്ടിട്ടോ ഒരു പരിപാടിക്കും പോയിട്ടില്ല. ആണത്തമുള്ളവനെന്ന് നമുക്ക് പറയാൻ പറ്റും, 100% നമുക്ക് വിളിക്കാൻ പറ്റും ആണത്തമുള്ള ആണൊരുത്തനെന്ന്. അങ്ങനെ വിളിക്കാൻ സാധിക്കുന്ന എല്ലാവരുടെയും റോൾ മോഡലായിട്ടുള്ള ഒരാൾ തന്നെയാണ് മമ്മൂക്ക. ആ മമ്മൂക്കയുടെ സിനിമാ രംഗത്തേക്കുള്ള അല്ലെങ്കിൽ സിനിമാ രംഗത്ത് വന്നതിന് ശേഷം മമ്മൂക്കയ്ക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ, അത് മമ്മൂക്കയുടെ രാഷ്ട്രീയത്തിനോട് എതിർപ്പുള്ള ആളുകളായിരുന്നു. പിന്നീട് മമ്മൂക്കയുടെ മതത്തിനോട് എതിർപ്പുള്ള ഒരു കൂട്ടം ആളുകൾ മമ്മൂക്കയ്ക്കെതിരെ കളിച്ചു. അത് മമ്മൂക്കയ്ക്കെതിരെ മാത്രമല്ല, മകനെതിരെയും മകൻ്റെ കുടുംബത്തിനെതിരെയും എല്ലാവർക്കുമെതിരെ വൻ രീതിയിൽ വലിയ കളികളാണ് കളിച്ചത്. പക്ഷെ ഇതൊന്നും മമ്മൂക്കയുടെ ഒരു 7 അയലത്തേക്ക് എത്തുകയോ മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യനെ അലട്ടുകയോ ഒന്നും ചെയ്തൊരു വിഷയമൊന്നുമല്ല. മമ്മൂട്ടിക്ക് അറിയാമായിരുന്നു എന്ത് നടക്കും, എങ്ങനെ നടക്കും, എന്ന് നടക്കും, ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത്. അത് മമ്മൂക്ക അങ്ങനെ തന്നെ ഹാൻഡിൽ ചെയ്തു. ഇതൊക്കെ വരുന്നവന്മാർ വരെയും പറയും പോകും, അത് അവിടെ കഴിഞ്ഞു. ഈ തെരുവിൽ കിടന്ന് കുരയ്ക്കുന്ന പട്ടി കുരയ്ക്കട്ടെ എന്നുള്ളത് പോലെ. പിന്നെ ഞാനൊരു കാര്യം കൂടി എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ, മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ ഒരു അമ്മയെ ചേർത്ത് പിടിച്ചതുപോലെ തന്നെ മലയാള സിനിമയിൽ തലതെറിച്ച കുറച്ച് പയ്യന്മാരുണ്ട്, അല്ലെ തലതെറിച്ച കുറച്ച് ആളുകളുണ്ട്. ഇവരൊക്കെ ഇൻ്റർവ്യൂസിലൊക്കെ പോയിരിക്കുമ്പോൾ വൻ വിഷയമാണ്. വിനായകനാണെന്നുണ്ടെങ്കിൽ നീ ആരാണ് എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ അടുത്തും വലിയ രീതിയിൽ വിമർശനം അല്ലെങ്കിൽ വലിയ രീതിയിൽ രോക്ഷാകുലനാകുന്ന പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതം ഇതാണ്, ഞാൻ ഇങ്ങനെ ജീവിക്കൂ എന്നൊക്കെയാണ് പലപ്പോഴും വിനായകൻ പറയുന്നത്. വിനായകൻ എല്ലായിടത്തും പൊട്ടിത്തെറിച്ചാണ് സംസാരിക്കാറുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ അടുത്തൊരു ചോദ്യം ചോദിക്കുമ്പോൾ അയാൾ അതിന് പൊട്ടിത്തെറിച്ചുകൊണ്ട് നീ ആരുടെ ചോദിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ ശ്രീനാഥ് ബാസി ഇടയ്ക്ക് വലിയ വിഷയമായൊരു കാര്യം നമുക്കറിയാം, ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞു. റെഡ് FM പോലെയുള്ള എന്തോ ഒരു FM ചാനലിലാണ് അവരെന്താ ചോദ്യം ചോദിച്ചപ്പോൾ നീ ആരാടാ മറ്റേ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് നിന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ആളുകളൊക്കെ തന്നെ മമ്മൂക്കയുടെ അടുത്തേക്ക് വരുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു വീഡിയോ ആണ്. ആ വീഡിയോ കൂടെ ഞാൻ എന്തായാലും ഒന്ന് കാണിച്ചു തരാം. Don't make me angry, bro. Okay. പരിപാടി കാണിക്കൽ തമാശ കളിക്കാനാണ്. ഇത്രയും വലിയൊരു കുറ്റകൃത്യം ഇവിടെ നാട്ടിൽ നടന്നിട്ട് മീറ്റു എന്ന് പറഞ്ഞൊരു ഊള വേട്ടിട്ടിട്ട് മഞ്ഞളിഞ്ഞു പകലാവാം ഞാൻ നെഞ്ഞുരുമ്മും ഒരു പൂവാവാ കൂടെ നിന്നു നിഴലാവാം ഞാൻ പൊന്നേ പൂനിലാവിനിതളാവാം ഞാൻ നീലവാനിലിനി മുകിലാവാ പൂവണിഞ്ഞു പുഴയാവാം ഞാൻ കണ്ണേ തങ്കത്തൂവലിനാൽ തഴുകും അമ്മയാവാ താമരത്തെ നുകരാം വസന്തം വരവാ. കണ്ടില്ലേ, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിച്ചു കാണും. ആ ചിരിക്കാനുള്ള കാരണം അതിലെ പാട്ട്, ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം കൂടി വന്നപ്പോൾ ഞാൻ കുറച്ച് വികാരഭരിതനായിപ്പോയി. എന്ത് കാര്യത്തിലാണ്? ആ മമ്മൂക്കയുടെ കെയറിങ്ങും മമ്മൂക്കയോടുള്ള അവരുടെ ഒരു ഭയഭക്തി ബഹുമാനമൊക്കെ കണ്ടപ്പോഴാണ്. ശ്രീനാഥ് ബാസി ഒരു കുഞ്ഞിനെ പോലെ ഓടി വരുമ്പോൾ ബാസിയെ മോനെ എന്ന് വിളിക്കുന്ന മമ്മൂക്കയും, പിന്നെ അതേപോലെ വിനായകനെ ചേർത്ത് പിടിക്കുന്ന മമ്മൂക്കയും, ഷൈൻ ടോം ചാക്കോ എടുത്തിരുന്നുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കുട്ടികളോടൊപ്പം കളിച്ച് ചിരിച്ചിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടുള്ളൊരു മമ്മൂക്കയാണ് നമ്മളിവിടെ കാണുന്നത്. ഇങ്ങനൊരു മനുഷ്യനെ ആണോടാ ചെറ്റകളെ നീയൊക്കെ ഓരോന്ന് പറഞ്ഞ് നശിപ്പിക്കാൻ ശ്രമിച്ചത്? ആ മമ്മൂക്ക ഒരു കാലത്തും നീയൊന്നും പറയുന്ന രീതിയിലേക്ക് ഒന്നും ആവാൻ പോകുന്നില്ല. അതായത് മമ്മൂട്ടിയുടെ ജീവിതകാലം മുഴുവനും മമ്മൂക്ക സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്, അതെങ്ങനെ ചെയ്യണം, എത്ര അളവിൽ ചെയ്യണം എന്നുള്ളത്. അതിന് പ്രത്യേകിച്ച് ഒരു സംഖ്യകളുടെയും ആവശ്യകത ഇല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ ആ ഒരു തട്ട് താണു തന്നെ ഇരിക്കും, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, മമ്മൂക്ക ഇരിക്കുന്ന തട്ട് എപ്പോഴും താണു തന്നെ ഇരിക്കും. ഇപ്പോൾ ഇതാ മമ്മൂക്കയുടെ ആ ഒരു കഥാപാത്രം അല്ലെങ്കിൽ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ വൻ വിജയമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സിനിമ വൻ വിജയമായി പോകുമ്പോഴും മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ ഓരോ വാക്കുകളും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പല റീലുകളിലും പല മാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഇത്രയും കാലം സിനിമയെ സ്നേഹിച്ചതിന്, എന്നെ നിങ്ങൾ സ്നേഹിച്ചതിന് ആ ഒരു കാര്യം ഇനിയും നിങ്ങൾ തുടരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ല ഞാൻ മനസ്സിലാക്കുന്നു. അതെന്നും എന്നോടൊപ്പം ഉണ്ടാവണം, നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാകും, എൻ്റെ അഭിനയവും ഉണ്ടാവും, എൻ്റെ ജീവിതമേ ഞാൻ അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് മമ്മൂക്ക പറയുന്നത്. പിന്നെ മമ്മൂക്ക പറയുന്ന എടുത്തൊരു കാര്യമുണ്ട്, ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടാൻ കഴിയില്ല, പടം കണ്ടിറങ്ങുമ്പോൾ എൻ്റെ കഥാപാത്രം നിങ്ങളെ വിട്ട് പോവുകയുമില്ല എന്നാണ് മമ്മൂക്ക പറഞ്ഞത്. ആ പടം കണ്ടിട്ട് പോയ എല്ലാ ആളുകളുടെയും ഉള്ളിലുള്ള കാര്യവും ഇത് തന്നെയാണ്.
100 കോടി ഉറപ്പിച്ചോളൂ, കളങ്കാവൽ എന്തായാലും 100 കോടി ക്ലബിലേക്ക് എത്തും. മമ്മൂക്കയുടെ ആദ്യ 100 കോടി ചിത്രം എന്നുള്ള രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു വർഷത്തിലെ എനിക്ക് തോന്നുന്നു 100 കോടിക്ക് അപ്പുറത്തേക്ക് പോകാൻ പോകുന്നൊരു സിനിമ ഇത് തന്നെയായിരിക്കും. മമ്മൂക്കയോടൊപ്പം ചാത്തനുണ്ട്, ഇനി മമ്മൂക്കയോടൊപ്പം മറ്റുള്ള ചാത്തൻ സേവയ്ക്കപ്പുറം മറ്റെന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഇനി മെഴുകിക്കൊണ്ട് പലരും വരാം. എന്ത് തന്നെ വന്നാലും ഒരു മുസൽമാനായിട്ടല്ല മമ്മൂക്കയെ ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടിരിക്കുന്നത്. ഒരു ദൈവതുല്യനായിട്ടുള്ള മനുഷ്യനായിട്ടാണ്. അങ്ങനെ ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെയാണ് ആ മനുഷ്യൻ കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് ജീവിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ട് എല്ലാ സഹായഹസ്തങ്ങൾ നീട്ടുന്നതും. ഇനിയും ആ മമ്മൂക്കയുടെ സഹായഹസ്തങ്ങൾ എല്ലാവരിലേക്കും എത്തട്ടെ, അർഹതപ്പെട്ട ആളുകൾക്ക് അത് കിട്ടട്ടെ. മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യന് നല്ല ആയുസ്സോടുകൂടി, ദീർഘായുസ്സോടുകൂടി ജീവിതകാലം മുഴുവനും അടിച്ചു പൊളിച്ച് ജീവിക്കാൻ സാധിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട്, ഒരുപാട് ഇഷ്ടത്തോടു കൂടി, ഒരുപാട് സ്നേഹത്തോടു കൂടി ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.